സുരേഷ് ഗോപി ആള് പുലിയാണ്. വെള്ളിത്തിരയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുമില്ല, വെള്ളിത്തിരയിലൊട്ട് ഇല്ല താനും. പല സിനിമകളും അഭിനയിച്ചെങ്കിലും 8 നിലയിൽ പൊട്ടി 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 പോവുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് പ്രതിഫലം കൂട്ടിയത്. 2 കാരവാൻ വേണം, 3 എണ്ണം വേണം. ഒന്നിനകത്ത് തൻ്റെ ഗുമസ്തന്മാർ പേന കുന്താനിരിക്കും, ഒന്നിൽ തൻ്റെ മറ്റ് അനുയായികളിരിക്കും, ആരാധകരിരിക്കും എന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും പടങ്ങൾ ഇറങ്ങിയതൊക്കെ 8 നിലയിൽ പൊട്ടി. ഇപ്പോഴാ വാചക കസർത്താണ്. ഇങ്ങേരുടെ വോട്ട് വിവാദം നമുക്കറിയാം. തൃശ്ശൂരിൽ ഇങ്ങേരുടെ ചേട്ടനും കുടുംബക്കാർക്കുമൊക്കെ 2 വോട്ടാണ്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ബീഹാറിൽ വോട്ട് വിവാദം നമുക്കറിയാം. രാഹുൽ ഗാന്ധി വലിയ വിവാദമാക്കിയത് ഇന്ത്യ സഖ്യം തന്നെ രാജ്യമെമ്പാടും തന്നെ BJPക്ക് വോട്ടിരട്ടിപ്പും വോട്ട് കൂട്ടിയ കാര്യങ്ങളുമൊക്കെ വലിയ തർക്കമായി, വലിയ വിവാദമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിലെ തൊട്ട് മുമ്പേ തന്നെ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പറയുകയാണ്, ചത്തവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ച പാർട്ടി ഭരിക്കുന്ന നാടാണ് കേരളം. എന്തൊരു അധിക്ഷേപമാണ്. ചത്തവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ച, മരിച്ചവരോട് ഒരല്പമെങ്കിലും ഒരല്പമെങ്കിലും മമതയും ബഹുമാനവും ഒക്കെ വേണ്ട. ചത്തവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ച ആളുകൾ ഭരിക്കുന്നത്. ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുന്നു. ഏത് മരിച്ചവരെ കൊണ്ടാണ് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്? സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കുകയാണ്. മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തി വോട്ട് ചെയ്തു എന്ന് തെളിയിക്കാമോ മിസ്റ്റർ സുരേഷ് ഗോപിക്ക്? മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ആരെങ്കിലും കേരളത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അത് തെളിയിക്കാൻ സന്നദ്ധനാണെങ്കിൽ സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കുകയാണ്. തെളിയിക്കാൻ കഴിയുമോ? സുരേഷ് ഗോപി പറയുന്നത് 1/4 നൂറ്റാണ്ട് മുമ്പ് വരെ മരിച്ചവർ പോലും വോട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എന്ന് സുരേഷ് ഗോപി പറയുകയാണ്. 1/4 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രമല്ല സുരേഷ് ഗോപി. ആ ചരിത്രമൊക്കെ മാറി. ആ ചരിത്രമൊക്കെ പണ്ടേ പഴങ്കഥയാണ്. അന്ന് ഇടതും വലതും താമര പാർട്ടിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലുകൂടുകയും വോട്ട് പിടിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുകയും ബൂത്ത് പിടിക്കുകയും അടിപിടി അക്രമം നടത്തുകയൊക്കെ ചെയ്തു. ആ കാലമൊക്കെ പുതിയ തലമുറ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. അതൊന്നും ആളുകൾക്ക് ഇപ്പോൾ വേണ്ട. ആ തരത്തിലുള്ള രാഷ്ട്രീയമേ വേണ്ട. കേരളം ഒരുപാട് മുന്നോട്ട് പോയി. കേരളം സങ്കുചിത മനോഭാവമുള്ള അങ്ങനെയുള്ള രാഷ്ട്രീയമേ കേരളത്തിന് വേണ്ട. ഇത് ജനാധിപത്യ കേരളമാണ്. ഇവിടെ ഇനി ഇടത് പാർട്ടികൾ അങ്ങനെ ചെയ്താൽ ഇടത് പാർട്ടിയെയും ആളുകൾ എടുത്ത് ദൂരെ എറിയും. വലതു പാർട്ടികൾ ചെയ്താൽ അവരെയും ദൂരെ എറിയും. ഇനി നിങ്ങളാണ് അങ്ങനെ ചെയ്താൽ നിങ്ങളെയും ദൂരെ എറിയും. ഒരു പരിധിവരെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്, വർഗീയത കളിക്കുന്നത് കൊണ്ടാണ്, വർഗീയത കാർഡും സങ്കുചിത രാഷ്ട്രീയവും കളിക്കുന്നത് കൊണ്ടാണ്, ഇടുങ്ങിയ മനോഭാവത്തോടുകൂടി പെരുമാറുന്നത് കൊണ്ടാണ് നിങ്ങളെ ജനം അടുപ്പിക്കാത്തത്. ഈ തിരിച്ചറിവ് നിങ്ങൾക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളെ ആളുകൾ കോമാളിയെന്നും മറ്റുമൊക്കെ വിളിച്ച് ഇപ്പോഴും കളിയാക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു. നല്ല നടനായിരുന്നു, നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു. നിങ്ങൾ ചെയ്ത സാമൂഹിക പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്ത ചാരിറ്റി ഒക്കെ ആളുകൾ അംഗീകരിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചത് എങ്ങനെ? തൃശ്ശൂരിൽ നിങ്ങൾ MP ആയതെങ്ങനെ? അത് കൃത്യമായി പൂരം കലക്കിയിട്ട് തന്നെയാണ്. പൂരപ്പറമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ആംബുലൻസിലെത്തിയത്? അത് ഇല്ലീഗലായിട്ട് തന്നെയാണ്. മുടന്തി നിങ്ങൾ ആ സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടെ വന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്നിട്ട് അത് വെള്ളപൂശി ന്യായീകരിച്ചത് എങ്ങനെയാണ്? ഇതൊക്കെ ജനം കണ്ടതാണ്, കേരളം കണ്ടതാണ്. കേരളത്തിലെ ആളുകളെ മണ്ടന്മാരാക്കരുത്. എന്നിട്ട് നിങ്ങൾക്ക് നിവേദനം തരാനെത്തിയ മനുഷ്യനെ ആട്ടിപ്പായിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേദിയിൽ കസേരയിട്ടപ്പോൾ ആ കസേരയിൽ നിങ്ങൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സാധാരണക്കാരനാണെന്ന് തെളിയിക്കാൻ ഒരു പ്ലാസ്റ്റിക് കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് നിങ്ങൾ സാധാരണക്കാരിൽ ഒരാളാകാൻ ശ്രമിച്ച ഇളിഭ്യതരം ജനങ്ങൾ കണ്ട് പരിഹസിച്ചതാണ് നിങ്ങളെ. നിങ്ങൾക്ക് ആകാവുന്ന തരത്തിലൊക്കെ നിങ്ങൾക്ക് പലതുമാകാൻ കഴിയും. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ആകാതെ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ തന്നെ പലകുറി തെളിയിച്ചിട്ടുണ്ടോ മിസ്റ്റർ സുരേഷ് ഗോപി? എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? 25 കൊല്ലം മുമ്പ് കേരളത്തിൽ മരിച്ചവർ പോലും വോട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നു. എങ്ങനെ വിരൽ ചൂണ്ടുന്നു? മരിച്ചവർ പോലും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ സർക്കാരിനെ അപഹസിക്കുന്നു. അതുകൊണ്ടാണ് ഉറപ്പോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി, കരളുറപ്പോടുകൂടി വിളിച്ചു ചോദിക്കുന്നത്, മിസ്റ്റർ സുരേഷ് ഗോപിക്ക്, കേന്ദ്രമന്ത്രിക്ക് തെളിയിക്കാനാകുമോ കേരളത്തിൽ അത്തരത്തിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ കള്ളവോട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് സുരേഷ് ഗോപിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ തെളിയിക്കാൻ കഴിയുമോ എന്ന്? അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല. കാരണം ഇത് ജനാധിപത്യ കേരളമാണ്. സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ, അദ്ദേഹം പറയുന്നത് എന്താണ്? പൂരം കലക്കിയെന്ന് അദ്ദേഹത്തെ കളിയാക്കി. കറക്റ്റല്ലേ? പൂരം കലക്കിയില്ലേ?
എന്നിട്ട് അദ്ദേഹം RLVയെ കളിയാക്കി, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്? ആരൊക്കെയാണ് കളിയാക്കുന്നത്? അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തിന് ഒരു ലക്കും ലഗാനുമില്ലാതെ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അദ്ദേഹം ഈ വിളിച്ചു പറയുന്നതിനൊക്കെ അദ്ദേഹത്തിനെതിരെ പരാതിയും പോകുന്നുണ്ട്. എയിംസിന്റെ കാര്യം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അത് കേരളത്തിൽ വേണമെന്ന് സ്ഥിരകാലമായ കേരളത്തിന്റെ അഭിലാഷമാണ്. അത് എവിടെ തുടങ്ങണമെന്നുള്ള കാര്യം കേന്ദ്രം തീരുമാനിക്കേണ്ടത്. അത് ആലപ്പുഴയിൽ വേണമെന്ന് തൃശൂർ MP ആവശ്യപ്പെട്ടതിനെതിരെ കേരളത്തിൽ നിന്ന് BJP നേതാക്കൾ, BJPയുടെ ജനറൽ സെക്രട്ടറി, കേന്ദ്ര BJP നേതാക്കൾക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിയുടെ പാർട്ടി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരു പരിധി വരെ ഈ ഇടക്കാലത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് വരെ K. സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ അടുപ്പിച്ചിരുന്നു. സുരേഷ് ഗോപിയും പാർട്ടിയുമായി രണ്ട് തട്ടിലായിരുന്നില്ലേ? സുരേഷ് ഗോപി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നാട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടോ? ആശാസമരത്തിൽ പോയി നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ജഗദീഷ്, നമ്മുടെ നിഷാദിന്റെ ഗം എന്ന പരിപാടിയിൽ ജഗദീഷ് സുരേഷ് ഗോപിയെ കളിയാക്കിയത് നിങ്ങളൊക്കെ കണ്ടിരിക്കും. എന്ത് രസകരമായാണ് ആ മിമിക്രി ചെയ്യുന്നത്. സുരേഷ് ഗോപി എന്താണ് പറയുന്നതെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല എന്ന് അദ്ദേഹം കളിയാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സുരേഷ് ഗോപി എന്താണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല. അതിനെ ആ വഴിക്ക് വിട്ടേക്കുക. ഇപ്പോൾ ഈ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, കേരളത്തിലെ ജനതയെ വെല്ലുവിളിക്കുന്നതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും എന്നതിലും തർക്കമില്ല.